മക്കളുടെ ആനിവേഴ്സറിക്ക് പോകാൻ വേണ്ടിയിട്ട് വെറും 4 ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് 4 ഡിഫറെൻറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു സാരി ആൻഡ് ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുത്താലോ. ഡിസൈൻ ചെയ്യാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാരിയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്തെടുത്തു. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഒരു മെറ്റീരിയൽ ഇതാണ് കേട്ടോ. ഇത് ചിക്കൻ കാരി മെറ്റീരിയലാണ്. ഇത് കണ്ടോ 75 രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. ബിറ്റായിട്ടാണ് ഞാൻ ഈ മെറ്റീരിയലെല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ. ചിക്കൻ കാരിയുടെ മെറ്റീരിയലും ഈ മെറ്റീരിയലും എനിക്ക് നല്ല കളർ മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ഈ മെറ്റീരിയലിന് ഷിനോൺ എന്നാണ് പറയുന്നത് കേട്ടോ. ഷിനോൺ ടൈപ്പ് മെറ്റീരിയലാണിത്. ഇത് അത്യാവശ്യം നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. എന്നാൽ ജോർജറ്റ് പോലെ അത്ര സീത്രൂ അല്ല, നല്ല ഫ്ലോയി ആയിട്ട് കിടക്കും. നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ചെറിയൊരു റിങ്കിൾസും വരുന്നുണ്ട് ഈ മെറ്റീരിയലിൽ. പിന്നെ വന്നിട്ട് ഞാൻ ബ്ലൗസിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് എൻ്റെ കയ്യിൽ ബിറ്റായിട്ട് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് ജോർജറ്റിൽ ഫോയിൽ പ്രിൻ്റ് വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അതിൽ ഫോയിലിൻ്റെ കളറും നമ്മുടെ സാരിയുടെ കളറും, സാരിക്ക് യൂസ് ചെയ്യുന്ന ഷിനോൺ മെറ്റീരിയൽ ആദ്യം കാണിച്ച മെറ്റീരിയലുമായിട്ട് നല്ല മാച്ചിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഫോയിൽ പ്രിൻ്റുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്തത്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ മെറ്റീരിയലിനായിട്ട്, അതായത് നമ്മുടെ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷിനോണിൻ്റെ തന്നെ ബ്ലാക്ക് മെറ്റീരിയലാണ് എടുക്കുന്നത്. ഇതും എൻ്റെ കയ്യിൽ റണ്ണിങ് ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കുറഞ്ഞ റേറ്റിൽ കിട്ടുമ്പം ഞാൻ എടുത്തു വയ്ക്കും. നമുക്ക് ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ വന്നു എന്ന് കാണാം. ഈ 4 ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അതായത് മുന്താണിയിൽ ഞാൻ ഇതുപോലെ വൺ സൈഡ് മുന്താണിയുടെ സൈഡ് ഞാൻ ആ ചിക്കൻ കാരി മെറ്റീരിയൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലേസ് വെച്ചിട്ട് അതിൻ്റെ എൻഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലേസിൻ്റെ നല്ല വശം കമിഴ്ത്തി വെച്ചിട്ട് ഇതുപോലെ 2 ഫോൾഡ് കൊടുത്ത് സാരിയുടെ അകത്തേക്ക്, അതായത് നമ്മുടെ ചിക്കൻ കാരി മെറ്റീരിയലിൻ്റെ നല്ല വശത്തിലേക്ക് ഇതുപോലെ കമിഴ്ത്തി അടച്ചു വയ്ക്കുക. കമിഴ്ത്തി വെച്ചിട്ട് ഇതുപോലെ മുകളിലേക്ക് നല്ല മെറ്റീരിയൽ, ചിക്കൻ കാരിയുടെ മെറ്റീരിയൽ 2 ഫോൾഡായിട്ട് വെച്ചതിന് ശേഷം ഒന്നടിച്ചു കൊടുക്കുക. ഇത് 2 സ്റ്റിച്ചിൽ ഇതിൻ്റെ പണി തീരും കേട്ടോ. ഈ എൻഡ് പോർഷൻ നമുക്ക് 2 സ്റ്റിച്ചിൽ പണി തീരും. അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മറിച്ചൊന്നടിക്കാം. കണ്ടോ, ഇങ്ങനെ നേരെയാക്കി വെച്ചിട്ട് പതിച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് പതിച്ചടിക്കുന്നത് നമുക്ക് 1/2 ഇഞ്ച് മുകളിലായിട്ട്, അതായത് ആ ലേസിൻ്റെ നമ്മൾ തയ്യൽ തുമ്പ് പോയേക്കുന്ന വശമുണ്ടല്ലോ, ആ വശത്തിലേക്ക് വെച്ച് വേണം. ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാകില്ല. നിങ്ങളൊരു ലേസ് എടുത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ രീതിക്ക് തന്നെ നമുക്ക് സാരിയുടെ പൈപ്പിംഗ് എല്ലാം തയ്യൽ തുമ്പ് കാണാതെ, അതായത് പൈപ്പിങ്ങിൻ്റെ ഫുൾ പോർഷൻ കാണാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ട്രൈപോഡ് മുകളിലായി പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോയാണ്. നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ആ ഫംഗ്ഷന് പോകാനായിട്ട് ഞാൻ അന്നേരമാണ് ഞാൻ ഈ സാരി സെറ്റ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, സാരിയുടെ എൻഡ് പോർഷൻ മാത്രം ഞാൻ ആ ചിക്കൻ കാരി, ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് അല്ല കേട്ടോ, ഇതൊരു എന്താ പറയണേ, ഒരു ബേജ് ഷെയ്ഡാണ് സാരി വന്നിട്ടുള്ളത്. സാരിയുടെ ഈ ഷിനോൺ മെറ്റീരിയൽ വന്നിട്ട് ബേജ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ എൻഡിലേക്ക് ആ ചിക്കൻ കാരി വെച്ചപ്പോൾ ആ പ്ലെയിൻ ഫീൽ അങ്ങ് മാറിക്കിട്ടി. ഇന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. സാരി ഞാൻ ഇതുപോലെ 1 ലെയർ ആയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തത്. നീളം അത് 4.5 മീറ്ററാണ് സാരിയുടെ മെറ്റീരിയൽ ഉണ്ടായുള്ളൂ. എന്നിട്ട് തന്നെ എനിക്ക് അത്രയും പ്ലീറ്റ്സ് കിട്ടുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 10-12 ഇഞ്ചോളം ഞാൻ സാരിയുടെ ഉടുക്കുന്ന വശത്ത് ഞാനൊരു ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല നീളം വേണ്ടുന്നവർക്ക് അതുപോലെ നീളം കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ ആ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഞൊറിഞ്ഞെടുത്ത് പിൻ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ സ്റ്റൈൽ ചെയ്തിട്ടാണ് പോയത് കേട്ടോ. ഇത് ഞാൻ പോയിട്ട് തിരിച്ച് വന്ന ഭാഗമാണ്, ഞാൻ റെഡിയായ ഭാഗമാണ് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചത്. ആ സമയത്ത് ഇതുപോലെ വീഡിയോ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ബ്ലൗസ് എങ്ങനെയുണ്ട്, ഇഷ്ടമായി? ആ ബ്ലൗസ് നല്ല മാച്ചിങ് ആയിരുന്നു. എന്നോട് കണ്ടവരൊക്കെ ചോദിച്ചു, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് എന്നുള്ളത്. അപ്പം പെയിൻറ്റ് ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചു. ബ്ലൗസിൻ്റെ ഫോയിൽ പ്രിൻ്റ് വന്നിട്ടുള്ളത്. അപ്പം
ഞാൻ സെറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ മെറ്റീരിയൽ കിട്ടുമോ എന്തോ ദൈവത്തിനറിയാം. വിറ്റായിട്ട് കിട്ടിയ മെറ്റീരിയൽ ആയതുകൊണ്ട് ബ്ലാക്ക് പ്ലെയിൻ ഷിനോണിൻ്റെ മെറ്റീരിയൽ കൊണ്ടാണ് ബ്ലൗസിൻ്റെ ബോഡി വന്നിട്ടുള്ളത്. അപ്പോൾ സാരിക്കൊക്കെ വേണ്ടിയിട്ട് മെറ്റീരിയൽ തികയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത്. നമുക്ക് ഹാഫ് മെറ്റീരിയലായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. താങ്ക് യു. ബൈ.